എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ ഒരു മൂന്നാല് വീഡിയോ ഞാൻ പല ടൈമിൽ ചെയ്തിട്ടുണ്ട്, പല മാസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ആ ഫസ്റ്റ് ഇട്ട വീഡിയോ തൊട്ട് ഞാൻ ലേറ്റസ്റ്റായിട്ട് ഇട്ട സ്വർണ്ണയുടെ ക്രീമിൻ്റെ വീഡിയോസിന് വരെ റിവ്യൂസ് ഇപ്പോഴും കമൻറ്റ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഞാൻ സ്വർണ്ണ ക്രീം യൂസ് ചെയ്ത് ഒരു 2 ബോട്ടിലോളം യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ സ്വർണ്ണയുടെ റിവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. സ്കിന്ന് ടൈപ്പ് അനുസരിച്ചിട്ട് നോർമൽ സ്കിന്നുണ്ട്, പിന്നെ ഓയിലി സ്കിന്നുണ്ട്, അങ്ങനെ സ്കിന്ന് തന്നെ പലതരം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിൽ ഉപയോഗിക്കുന്നവർക്ക് പലർക്കും പല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ സ്വർണ്ണ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നു എൻ്റെ. പിന്നെ നല്ല ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ടൈമിലാണ് ഞാൻ ഈ ഒരു സ്വർണ്ണയുടെ ക്രീമിൻ്റെ റിവ്യൂ കാണുന്നതും ചാനൽ ചെക്ക് ചെയ്ത് നോക്കുന്നതും. പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീപ്പായിട്ട് ഒരുപാട് റിവ്യൂസും കണ്ടതിന് ശേഷമാണ് ഞാനതൊന്ന് ഓർഡർ ചെയ്തത് പോലും. കാരണം മെയിനായിട്ട് നമുക്കതിൻ്റെ കോസ്റ്റ് ഭയങ്കരമാണ്. ഇൻസൈഡ് കേരള 1600 രൂപ എങ്ങാണ്ട് ആ ഒരു ചെറിയൊരു ബോട്ടിൽ. അപ്പം നമുക്ക് ആദ്യം നമ്മൾ കുറച്ചൊന്ന് വിഷമിക്കും, അയ്യോ അത്രയും പൈസയ്ക്ക് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ ആദ്യം പറയുന്നത് 3 മാസം ഫുള്ള് യൂസ് ചെയ്യുക, പിന്നെ നമ്മൾ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് നമ്മൾ വാങ്ങാനുള്ള ഇതൊന്നും നമുക്ക് കാണത്തില്ല. അപ്പോൾ സ്വർണ്ണ ക്രീം മേടിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഒത്തിരി വട്ടം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു നല്ല ഡാർക്ക് സ്കിന്നായിരുന്നു. പിന്നെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് അങ്ങനെ അധികം വരാറില്ല. പിന്നെ പിമ്പിൾസ് വന്ന ഒരു ടൈമുണ്ട്, അതായത് നമ്മൾ കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങി മുഖത്ത് തേച്ച്, തക്കാളി ആയാലും വീട്ടിലുള്ള സാധനങ്ങളായാലും പുറത്തുനിന്നുള്ളതായാലും അങ്ങാടിക്കടയിലെ ആയാലും എല്ലാം വാരി തേച്ച് എനിക്ക് ഒരുപാട് എൻ്റെ സ്കിന്ന് ഡാമേജ് ആയിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ സ്കിന്ന് ഫുള്ള് പിമ്പിൾസും ഡാർക്ക്, ഈ പിമ്പിൾ പൊട്ടിക്കുന്നുള്ളതെല്ലാം കറുത്തൊക്കെ വന്ന് ലാസ്റ്റ് ഞാൻ ഹോമിയോയിൽ വരെ പോയി കാണിച്ചൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പതിയെ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിമ്പിൾസൊക്കെ കുറേ കുറഞ്ഞു. അതിൻ്റെ പുറമെയാണ് ഞാൻ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ഈ സ്വർണ്ണയുടെ ക്രീമിൻ്റെ വീഡിയോ കാണുന്നതും വാങ്ങുന്നതും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് അതിനകത്ത് പിന്നെ ഇപ്പം ഞാനിടുന്ന വീഡിയോസിനൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്, സ്റ്റിറോയിഡ് ഉണ്ട് അതിനകത്ത് കണ്ടൻറ്റ്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല. ഞാനെന്തായാലും വാങ്ങി യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു 2-3 ആഴ്ച ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസം എനിക്ക് തന്നെ ഫീൽ ചെയ്യാം. ഹോണസ്റ്റ്ലി റിവ്യൂ പറയുവാണ്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ എനിക്ക് അത് ഫീൽ ചെയ്തു. നല്ലപോലെ എനിക്ക് നമ്മൾ സ്വർണ്ണയുടെ ക്രീമിൻ്റെ റിവ്യൂ മെയിൻ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസ് ലൈറ്റനിങ് ആണ്, ഒരു വെളുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് 2-3 ആഴ്ച യൂസ് ചെയ്തപ്പോഴത്തേന് എൻ്റെ സ്കിന്നിന് നല്ലപോലെ സ്യൂട്ടായി. അപ്പം നൈറ്റ് ക്രീമാണ് സ്വർണ്ണ നൈറ്റ് ക്രീമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റ് ക്രീമും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, നമ്മൾ പാർലറിൽ പോകരുത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പാർലറിൽ പോകുന്നൊരു വ്യക്തിയല്ല. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കടലമാവ് പായ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ക്രീം യൂസ് ചെയ്തപ്പോഴും ഞാൻ കടലമാവിൻ്റെ പായ്ക്ക് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. അത് ഞാൻ ഒഴിവാക്കത്തില്ല, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എല്ലാവരും എന്നോട് ചോദിച്ച് ഫേസിൽ എന്താ തേക്കുന്നുണ്ടോ വല്ലോ എന്ന് ചോദിച്ചു. പിന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു. ഞാനത് തേച്ച് ടൈമിൽ എനിക്ക് ഇവിടെ നമ്മുടെ ഡാർക്ക് കണ്ണിൻ്റെ താഴെ ചുണ്ടെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് കറുത്ത് കേട്ടോ. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അയ്യോ കണ്ണിൻ്റെ താഴെ കറുത്ത്, ചുണ്ട് കറുത്ത്. അപ്പോൾ കാണുന്നവരെല്ലാം ചോദിക്കുക എന്ത് പറ്റി മുഖത്തിന് കണ്ണിൻ്റെ താഴെ ഭയങ്കരമായിട്ട് കറുപ്പാണല്ലോ എന്ന്.
അന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ക്രീം തേച്ച് എൻ്റെ സ്കിന്ന് ഫെയർ ആയപ്പം ഈ ഡാർക്ക് സർക്കിൾസും ചുണ്ടിൻ്റെ കറുപ്പുമൊക്കെ എടുത്ത് അറിയുന്നതാണെന്ന് കാണിക്കുന്നതാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോയുടെ താഴെ കുറേ കുട്ടികൾ കമൻ്റ് ഇട്ട്, മാം അതുകൊണ്ടാണ് ആ ഒരു 2 കളർ ഷെയ്ഡ് വന്നത് എന്നുള്ളത്. പക്ഷേ അപ്പോഴാണ് എനിക്ക് കത്തിയത്, സത്യത്തിൽ അതായിരുന്നല്ലോ എന്ന്. ആദ്യം ഞാൻ വിചാരിച്ചിട്ട് തേച്ച് കറുത്തു പോയതാണ്, പക്ഷേ അല്ലായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി എല്ലാവരുടെ സ്കിന്നിന് സ്യൂട്ടാവണമെന്നില്ല. ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, അവർക്ക് പിമ്പിൾസ് വന്നു, പിന്നെ ഫുള്ള് ഡാർക്കായി, റെഡിഷായി സ്കിന്ന് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എന്നും പറയുന്നു, എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എനിക്ക് എങ്ങനെ സ്യൂട്ടായി എന്നുള്ളത് മാത്രം ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്. അല്ലാതെ ഞാനിപ്പം ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ സ്വർണ്ണം ഞാൻ യൂസ് ചെയ്യുന്നില്ല, നിർത്തിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട്. കാരണം 1 വർഷത്തോളം ആകുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ 2-3 ബോട്ടിൽ യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയതേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് വെയിലൊക്കെ കൊള്ളുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വെയിൽ കൊള്ളരുതെന്നൊക്കെ പറയും, പക്ഷേ നോർമലി നമുക്ക് വെയിൽ കൊണ്ടേ പറ്റൂ. പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ വെയിൽ കൊള്ളും. ഞാനും വെയിൽ കൊള്ളുന്ന ഒരാളാണ്, പുറത്തൊക്കെ പോകും, വണ്ടിയിലൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ എന്തായാലും ഞാനിത് യൂസ് ചെയ്ത ആ ഒരു ടൈം ഞാൻ അതേന്നും പറഞ്ഞ് അവർ പറയുന്ന അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നല്ലതുപോലെ എൻ്റെ സ്കിന്ന് ലൈറ്റനായി, ഫെയറായി. പിന്നെ 2 വട്ടം വാങ്ങി. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മളെ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണ്. നമുക്ക് 3 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റി തന്നെ ആ ടിന്നിനകത്ത് അവർ തരുന്നുണ്ട്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ കസ്റ്റമർ സർവീസ് നല്ലതാണ്. പിന്നെ ഞാൻ ആ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി. എനിക്ക് പിമ്പിൾ വന്നിട്ടില്ല. എനിക്ക് വരാത്ത പിമ്പിൾ ഞാൻ വന്നു എന്ന് പറയുന്നത് എങ്ങനെ? എനിക്കത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നില്ല. പിന്നെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ സ്കിന്ന് ഒരു ഹണി, നമ്മുടെ തേനൊക്കെ തേച്ച പോലെ, ഇങ്ങനെ ഓയിലൊക്കെ തേച്ച പോലെ എപ്പോഴും ഫേസ് ആ ഒരു ലെവലിലിരിക്കും. അതായത് ഒരു ക്രീം, നമ്മുടെ ഫേസിന് എപ്പോഴും നമുക്കൊരു ഒരു തേൻ ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിങ്ങാണ്. ഡ്രൈനെസ് ഒട്ടും ഇല്ല ഫേസിൽ. അപ്പോൾ സ്വർണ്ണ ക്രീമിന് ഇപ്പോഴും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തത്. എനിക്ക് പേഴ്സണലി സ്വർണ്ണ ക്രീം എനിക്ക് സ്യൂട്ടായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയില്ല. പക്ഷേ ഇനിയും എനിക്ക് എവിടെയെങ്കിലും പൈസ കിട്ടിയാൽ ഞാൻ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിനകത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം എഴുതിയേക്കുന്നതിനകത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ സ്റ്റിറോയിഡ് ആണെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ ഇത് തേച്ചിട്ട് ഫേസ് എല്ലാം റെഡിഷ് ആയെന്നുള്ള മെസ്സേജ് വന്നിട്ട് ഇന്നും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഒരു വർഷത്തോളം മുമ്പിട്ട വീഡിയോയ്ക്ക് എനിക്ക് ഇന്നും ഇൻബോക്സിൽ വരുന്നുണ്ട് സ്വർണ്ണ ക്രീമിനെ കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലേറ്റസ്റ്റായിട്ടൊരു റിവ്യൂ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പേഴ്സണലി എനിക്ക് സ്വർണ്ണ ക്രീം എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിരുന്നു. പിന്നെ പലർക്കും പല സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് പിമ്പിൾസ് വരും, ചിലർക്ക് റെഡിഷ് ആവും, ചിലർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ്. പിന്നെ ചില സ്കിന്നിന് മാത്രം ചിലപ്പം പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള സ്കിന്നിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. അപ്പം നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പം നമുക്ക് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ചെയ്യണം. നമ്മളത് എന്തിൻ്റെ ആയാലും, ഹെയർ ഓയിലിൻ്റെ ആയാലും, സ്കിൻ പ്രോഡക്റ്റ്സ് ആയാലും എന്തായാലും. ഇപ്പോൾ സ്കിൻ പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പം ഒരെണ്ണം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് 101% റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടാലും ഇതിനും കമൻറ്റ് വരും, നിങ്ങൾക്കങ്ങനെ. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്കും കമൻറ്റ് വരാം. നിങ്ങളുടെ ഫേസ് നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു, പിന്നെ ഞങ്ങളുടെ മുഖത്ത് പിന്നെ പിമ്പിൾസ് വന്നു, നിങ്ങൾ പറയുന്ന ഫേക്കാണ്, കള്ളമാണെന്ന് പറയും. ഇതിനും കമൻറ്റ് വരാം. പക്ഷെ ഞാൻ പറയുന്നു 100% എനിക്ക് നല്ലതായിരുന്നു
എനിക്ക് പിമ്പിൾസും കാര്യങ്ങളും ഒന്നും വന്നില്ല. എനിക്ക് ഫെയർ ആയിട്ടുണ്ട്. അവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളല്ല എൻ്റെ ഫേസിൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ടാണ്. എനിക്ക് വാങ്ങാൻ പറ്റാതെ പോയത് കോസ്റ്റ് മാത്രമാണ്. അതിൻ്റെ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് വീണ്ടും എനിക്ക് വാങ്ങാൻ പറ്റാഞ്ഞത്. ഇപ്പോഴും എനിക്ക് പൈസ എവിടെന്നെങ്കിലും കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനൊരു ബോട്ടിലും കൂടെ വാങ്ങുന്നതായിരിക്കും. അപ്പം സ്വർണ്ണയുടെ റിവ്യൂസ് പലരും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോണസ്റ്റായിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞത്. എത്രത്തോളം ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് വിശ്വാസം വരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എന്നെ അറിയാവുന്നവരും എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അറിയാം എനിക്ക് ആ ക്രീം എഫക്റ്റ് ആയിരുന്നോ സ്യൂട്ടായിരുന്നോ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്ത് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്, അത് വേറെ വല്ലതും പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണോ എന്നൊക്കെ എന്നോട് തിരക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അന്നൊന്നും ആർക്കും അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല, സജസ്റ്റ് ചെയ്തില്ല. കാരണം നമുക്ക് അത് അത്ര റിവ്യൂ ഞാനിപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്തൊരു ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് അന്നൊന്നും ആരോടും ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ട് വീഡിയോസ് 2-3 ചെയ്തിട്ടുണ്ട് സ്വർണ്ണയുടെ. അപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വാങ്ങി നോക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്കിപ്പോൾ എന്തായാലും വാങ്ങി ഉപയോഗിച്ചിട്ട് പിമ്പിൾസ് വന്ന് അല്ലെങ്കിൽ റെഡിഷ് ആയെന്നും പറഞ്ഞ് നമുക്ക് കളയാനും പറ്റില്ല. കാരണം അത്ര വിലയുള്ള സാധനമാണത്. ഇൻസൈഡ് കേരള 1600 രൂപ എങ്ങാണ്ട, 1600 രൂപയാണ് അതിന്. അപ്പോൾ ഇന്നും അവർക്കത് വിറ്റഴിയുന്നു, ഇഷ്ടം പോലെ മാർക്കറ്റിൽ വിറ്റ് അഴിക്കുന്ന ഒരു സാധനമാണ് സ്വർണ്ണ ക്രീം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്യൂട്ടാണ്. മറ്റുള്ളവരുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് സ്വർണ്ണയുടെ റിവ്യൂസ് ഒരുപാട് പേര് ചെയ്തതുകൊണ്ടും ഞാൻ ഹോണസ്റ്റായിട്ടുള്ള റിവ്യൂ ചെയ്യുവാണ്. എനിക്ക് സ്വർണ്ണ ക്രീം സ്യൂട്ടായിരുന്നു. പിമ്പിൾസും വന്നില്ല, റെഡിഷും വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷേ ഇന്നും എനിക്ക് പഴയ വീഡിയോസിന് കമൻറ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഞാനൊരു റിവ്യൂ ചെയ്തത്. എപ്പോഴും പറയുന്നു എനിക്കിതേ പറയാനുള്ളൂ. എനിക്ക് സ്വർണ്ണ ക്രീം സ്യൂട്ടായിരുന്നു, നല്ലതായിരുന്നു, എഫക്റ്റായിരുന്നു. എനിക്ക് 101% റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വാങ്ങാത്തത്. അഥവാ ഞാൻ ഇനിയും ആ ഒരു ബോട്ടിൽ വാങ്ങുന്നുണ്ടെങ്കിൽ എപ്പോഴായാലും ഞാനത് വാങ്ങുന്നതും ആ യൂസും നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പം സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് അതിൻ്റെ വില കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം എത്രമാത്രം കമൻറ്റ് വരുന്നുണ്ട്. അതിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സ്വർണ്ണ ക്രീമിനെ കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് 101% റിസൾട്ട് കിട്ടിയൊരു ക്രീമാണ് സ്വർണ്ണ ക്രീം കേട്ടോ. ബാക്കിയുള്ളവരുടെ ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.